നല്ലതോ ചീത്തയോ, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും നാളെ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്നതായിരിക്കും. ഉയരങ്ങളിൽ എത്തുമ്പോൾ ഉറ്റവർ ആകാൻ ഒരുപാട് ആളുകളുണ്ടാവും. എന്നാൽ താഴ്ചയിലേക്ക് വരുമ്പോൾ താങ്ങായി നിൽക്കാൻ നമ്മൾ അറിയാതെ മാറ്റി നിർത്തിയ ചിലരേ ഉണ്ടാവൂ. അത് മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് പോവുക. ജീവിതം ഒരു തമാശയാണ്. ഒന്നുമില്ലാതെ വരുന്നു, എല്ലാത്തിനും വേണ്ടി മത്സരിക്കുന്നു, അവസാനം ഒന്നുമില്ലാതെ മടങ്ങുന്നു. ഒരാൾക്ക് പകരമാവാൻ മറ്റൊരാൾക്കും കഴിയാതെ വരുമ്പോഴാണ് ആ ഒരാൾ നമുക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഉണ്ണുന്ന ഭക്ഷണത്തിൻ്റെ മേന്മയോ ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ വിലയോ ഉറങ്ങുന്ന വീടിൻ്റെ വലിപ്പമോ അല്ല, സമാധാനപരമായി ജീവിക്കാൻ കഴിയലാണ് ജീവിത വിജയം. ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നവരാണ് പിന്നീട് ഏറ്റവും കൂടുതൽ അവഗണന നേരിടേണ്ടി വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുന്നതിന് നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ, ഒടുവിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു ജീവിതം കൈകാര്യം ചെയ്യാൻ ധാരാളം സമയം ചിലവഴിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. മനസ്സ് ഒരു ചേമ്പില പോലെയാവണം. വന്നു ചേരുന്നതിനെ എല്ലാം ഉള്ളിലേക്ക് കടത്തിവിടാതെ തഴുകിയിറക്കുന്ന ചേമ്പില പോലെ. നിങ്ങളുടെ നൊമ്പരങ്ങൾ ചിലരിൽ ചിരി പടർത്തിയേക്കാം. എന്നാൽ നിങ്ങളുടെ ചിരി ഒരിക്കലും മറ്റുള്ളവർക്ക് നൊമ്പരമാവരുത്. ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവും ആകരുത്. അങ്ങനെ ആയാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തെറ്റും ശരിയും തുറന്നു പറയേണ്ടിടത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക. ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ്. അവിടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നില്ല, എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുക തന്നെ ചെയ്യും. അത് കണ്ടെത്താൻ മിനക്കെടണം എന്ന് മാത്രം. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ വേണ്ടിവരും. തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കും. നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിൽ എത്തിയതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. നിങ്ങൾ നിങ്ങളുടെ ശക്തിയെക്കുറിച്ചോ പോരായ്മകളെക്കുറിച്ചോ മറ്റുള്ളവരോട് കൂടുതലായി അറിയാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത്. രണ്ടും ഭാവിയിൽ ഗുണകരമല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കും. അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക. പലപ്പോഴും സത്യം അറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും. നിങ്ങൾക്ക് സന്തോഷവാനായിരിക്കണം എങ്കിൽ നിങ്ങളുടെ ചിന്തകളെ ആജ്ഞാപിക്കുന്ന, നിങ്ങളുടെ ഊർജത്തെ സ്വതന്ത്രമാക്കുന്ന, നിങ്ങളുടെ പ്രതീക്ഷകളെ പ്രചോദിപ്പിക്കുന്ന ഒരു ലക്ഷ്യം കണ്ടെത്തുക. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത്. പകരം സന്തോഷിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തിവെച്ചിട്ടുണ്ട്. വിജയത്തിൽ ഒരുപാട് ആഘോഷിക്കരുത്. എതിരാളിയുടെ തോൽവിയിൽ സന്തോഷിക്കുകയും ചെയ്യരുത്. ഒന്നും നമ്മളിൽ നിന്ന് വിദൂരമല്ല. എല്ലാത്തിനും കാലം സാക്ഷിയാണ്. അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം. അറിവ് എല്ലായിടത്തു നിന്നും കിട്ടും. എന്നാൽ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്ന് മാത്രമായിരിക്കും കിട്ടുന്നത്. നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. എന്നാൽ നമ്മൾ അവർക്ക് നൽകിയ ഉപകാരങ്ങൾ അതൊരിക്കലും ആരുടെയും ഓർമ്മകളിൽ ഉണ്ടാവുകയുമില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും അവഗണിക്കരുത്. കാരണം കല്ലുകൾ ശേഖരിക്കുമ്പോൾ വജ്രമാണ് നഷ്ടപ്പെട്ടതെന്ന് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരുന്നു. നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. എത്ര നന്നായി വണ്ടി വലിച്ചാലും കുതിരയ്ക്ക് അടി ഉറപ്പാണ്. അതുപോലെ എത്ര നന്നായി ജീവിച്ചാലും വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എന്നാലും ജീവിക്കുക. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികൾ ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവം അവർക്കും ഉണ്ടാകണം. നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക. രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉയർത്തുന്നു. ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ചിലരൊക്കെ വേണം. കാരണം ആ കളിയാക്കലും കുറ്റപ്പെടുത്തലുകളും നമുക്കുള്ള പ്രചോദനമാണ്. സ്വപ്നങ്ങളിൽ ജീവിക്കുമ്പോഴല്ല, സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകുന്നത്. സമ്പത്തല്ല, സമാധാനമാണ് മനുഷ്യജീവിതം സന്തോഷകരമാക്കുന്നത്. സ്നേഹവും കരുതലുമാണ്
ഏറ്റവും വലിയ സമ്പത്ത്. ഓരോ ചെറിയ അവസരത്തിനായും തിരയുക. പരാജിതൻ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു. എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവസരം കണ്ടെത്തുന്നു.